പിന്നെ 12ാമത്തെ കേസാണ് ഞാൻ അത് കൊണ്ടുവരുന്നത്. ഇത് നോക്കി. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ആള് നല്ല സ്മാർട്ടാണ്, എഞ്ചിനീയറാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? അവിടെയാണ് ടെസ്റ്റ്. ഒരു ഡിസ്റ്റർബ് പോയി. ഫാദർ പരേതനാണ്, പിന്നെ ഒരു മദറും ഒരു സിസ്റ്ററും, പിന്നെ അവനും. സുഖല്ലേ? കളവൊന്നും ഞാൻ പറയില്ല. ഇട്ട് മൂടാലും മുതലുണ്ട്. സിസ്റ്ററെ കെട്ടിച്ചു കഴിഞ്ഞാ പിന്നെ ഒറ്റക്കല്ലേ? എന്ത് ഓനൊന്ന് പുറത്തേക്ക് പോയാല് പിന്നെ ഓളോട് ആരൊന്നും മിണ്ടി പറയാൻ വരില്ലേ? അതിനിപ്പോ ആരും മുണ്ടി പറയല്ലേ? ഇപ്പൊ വൈഫൈ ഇല്ലേ? കാലം മാറിയില്ലേന്ന്. ബട്ട് ലുക്ക് അറ്റ് ദിസ്. ഇത് നോക്കൂ, 3 ആണും 2 പെണ്ണും, മൊത്തം 5 ആൾ. ഏറ്റവും ഇളയവനാ. നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി. ഇതും പറ്റില്ല. വാട്ട് ഹാപ്പൻഡ്? ഇതിനെന്താ പ്രശ്നം? ചെറിയ മോനാവുമ്പഴേ തറവാടോനല്ലേ? അതെ അതെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അങ്ങനത്തെ ഒരു തറവാട് ഈ പഞ്ചായത്തിലുണ്ടാവില്ല. തറവാടാവുമ്പോ എല്ലാരും വന്നും പോയൊക്കെ എന്നിട്ട് എന്റെ കുട്ടി ഇങ്ങോട്ട് ഇടങ്ങേറാ. ഇത് നോക്കിയാണ്. ശരിയുണ്ടല്ലോ. നോക്കിയാ ഓവർ വെളുപ്പാലേ. രസമുണ്ട്. പിന്നെ അതുമല്ല, എന്റെ കുട്ടി മൂത്ത മാനാന്നല്ലേ പറഞ്ഞേ? അപ്പൊ മൂത്ത മരുളാകുമ്പോഴേ ഉത്തരവാദിത്തം കൂടുതലായിരിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉപ്പമ്മക്കല്ലേ? ഉപ്പയൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ? പാപ്പാക്ക് എന്താ ചെറിയ ഷുഗർ എന്തുണ്ടെന്ന് തോന്നുന്നു. അല്ലാ, എന്നാ തീരെ വേണ്ട. എന്റെ കുട്ടി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുഴങ്ങും. അതിനെന്താണ് ഞമ്മ നാട്ടിൽ എത്ര കാണും ചപ്പാത്തി തമ്മിൽ? അത് പറഞ്ഞ പോരെ വാണ്ടകള്. അത് മാറ്റേട്ടാ. പിന്നെ ഡിമാൻഡ് വേണം, വേണ്ടെന്നല്ല. ഒരുമാതിരി ഡിമാൻഡ് ഉണ്ടാവരുത് കേട്ടോ. എന്തൊക്കെ ഡിമാൻഡ്? വെളുത്തത് പറ്റില്ല, കറുത്ത പറ്റില്ല, ചോന്നത് പറ്റില്ല. നീ മേലില് നിങ്ങളെ പെണ്ണിന് ചെക്കനെ ചോദിച്ചിട്ട് വിളിക്കരുത്. മനസ്സിലായോ? ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. പിന്നെ നിങ്ങൾ ഗൂഗിൾ പേക്ക് ഞാൻ ഒരു 50 റുപ്യ അയക്കണം. ആ പൈസ കൊണ്ടേ ഈ മീശ ഒന്ന് എടുത്ത് കളഞ്ഞോണ്ടിട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, ഓൾ നിങ്ങളെ കിട്ടിയതോ അതോ നിങ്ങൾ ഓളെ കിട്ടിയതോ? എന്തൊരാണും പെണ്ണും കേട്ടോ അത്.